കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ ഞങ്ങളോടൊപ്പമുള്ള യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിരിയ 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 ശരിയ വിരിയ 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 വിരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവപിതാവേ സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവപിതാവേ സ്നേഹനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ വീശി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ 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 യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത
നിത്യപിതാവേ. ആമേൻ 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 യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ വചന ശുശ്രൂഷയിലെ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകണമേ. കർത്താവിന്റെ വചനം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സ്വീകരിച്ച് ഈ കാലഘട്ടത്തിലെ കർത്താവിന്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവേ നന്ദി ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഇപ്പൊ അനുഭവത്തിലൂടെയും ദൈവവചനം വരാം. അനുഭവത്തിലൂടെയും ഇക്കാലത്തും സംഭവിക്കാം. ഇക്കാലത്തും നമ്മളുടെ ഓരോ അനുഭവവും കർത്താവ് വെളിപ്പെടുത്തിയ ഓരോ വചനത്തിന് പലപ്പോഴും അനുപേക്ഷണവും അതുപോലെ തന്നെ അതിനോട് സാധർമ്യമുള്ളതും തത്സമമോ തത്ഭവമോ ഒക്കെ ആയിട്ട് വരുന്ന അനുഭവങ്ങളാണ്. എല്ലാ അനുഭവങ്ങൾക്കും ഉണ്ടാവും. അതാണ് നമ്മൾ വചനം, ഇപ്പോൾ എഴുതപ്പെട്ട വചനങ്ങൾ കൃത്യമായി ധ്യാനിക്കണ കാരണം ഈ അനുഭവങ്ങൾ തുടരുകയല്ലേ. മനുഷ്യനുള്ളിടത്തോളം കാലത്തിനൊപ്പം മനുഷ്യനും അവൻ്റെ അനുഭവങ്ങൾ സഞ്ചരിച്ച് അതിലൂടെയാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത് ഇക്കാലങ്ങളിലെ. ഇപ്പം നമ്മൾക്ക് ഓരോ വചനത്തിനും, എഴുതപ്പെട്ട ഓരോ വചനത്തിനും നമ്മുടെ അനുഭവങ്ങളോടുള്ള സാധർമ്മ്യതയുണ്ട്. അത് കണ്ടെത്തുമ്പോഴാണ് ദൈവം നമ്മളിലൂടെ ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ഇപ്പോൾ ദൈവവചനം വായിച്ചു കഴിയുമ്പോൾ ലിറ്ററജിയിൽ നമ്മൾ പറയാം ദൈവവചനമാണ് നമ്മൾ കേട്ടത് എന്ന്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ ഓരോ അനുഭവത്തിലൂടെ അതാണ് സംഭവിക്കുന്നത്. ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ഓരോ അനുഭവം, കഴിച്ചതായ അനുഭവമായാലും നല്ല അനുഭവമായാലും അത് കഴിയുമ്പോൾ ദൈവവചനമാണ് നമ്മൾ കേട്ടത് അല്ലെ കണ്ടത് എന്ന് പറയാൻ ഒരു വിശ്വാസി കഴിയുകയും ഓട്ടോമാറ്റിക്കലായിട്ട് ദൈവവചനത്തോട് നന്ദി പറയാം. അനുഭവമാകുന്ന ദൈവവചനത്തോട് നന്ദി പറയാൻ നമുക്ക് കഴിയണം. ശ്രുതികട. ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി.
കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ രാത്രി അനുഭവത്തിൻ്റെ സുവിശേഷത്തിലൂടെ പോവുകയാണ് നമ്മൾ. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി. സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരമേ ചില സമയത്ത് ചൂടാകും. എൻ്റെ ഇന്റേണൽ ഓർഗൻസിന് എന്തോ എവിടെയോ ഒക്കെ ഒരു ചെറിയ ഡാമേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ചൂടാകണത്. ഞാനിത് ഈശോയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈശോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെയാണ്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഈ രോഗം എടുത്ത് മാറ്റാൻ ഉദ്ദേശിക്കണില്ല, നിനക്കെൻ്റെ കൃപ മതി. കാര്യം ഇത് കൃപാസനമാണല്ലോ. അപ്പോൾ കൃപയ്ക്കാണ് ഇവിടെ കർത്താവിന് പ്രാധാന്യമുള്ളത്. അപ്പോൾ എങ്ങനെ ഏത് വകുപ്പിലൂടെ ആയാലും കൃപയാർജിക്കാനുള്ള മാർഗമുണ്ടോ എന്നാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർ അന്വേഷിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ചൂടായി, എനിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത സംഗതി ആപ്പിടെ കുഴപ്പത്തിലാവും. കാര്യം ഇന്ന് ശുശ്രൂഷയുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഉറക്കം വന്നില്ലെങ്കിൽ രാവിലെ ശരീരം പൊള്ളണ പോലെ തോന്നി, രാത്രി ഉറങ്ങാൻ പറ്റില്ല. തിരിച്ചും പറഞ്ഞും കിടക്കുന്നത് തന്നെ ഈ 7 മണിക്കൂർ തന്നെ പരിപാടി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? ശരീരം ഭയങ്കര ടയർഡായിരിക്കും അല്ലേ? അപ്പോൾ എന്തിനാണ് ഉറങ്ങണത്? നമ്മൾ ഫ്രഷാകാൻ വേണ്ടി ഉറങ്ങണത്. ഉറങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റും? ഫ്രഷ് ആകത്തില്ല, ഊർജ്ജം ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനവിടുത്തെ ഇന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആകപ്പാടെ കൊളാപ്സായി പോകുമെന്ന്. പക്ഷേ ഞാൻ ഒരു രസമുള്ളത്, ഈ രാത്രി 12 മണി കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ ശരീരം ഇങ്ങനെ പുള്ളി ഉണക്കം വരാതിരിക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്താണെന്നറിയാമോ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ ഈശോ ഉണ്ടല്ലോ, ഈശോനെ കാണുമ്പോൾ മാത്രമല്ല നമുക്ക് ഈ ദിവ്യാരാധന നടത്താനതേ. ഈശോയുടെ പല രൂപങ്ങളുണ്ടല്ലോ. പീഡിതർ ഈശോയുടെ രൂപമാണ്, ശരീരം പൊള്ളുന്ന രൂപം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും. അപ്പോൾ ഞാൻ എന്തുമാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു 10-500 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കാണും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ കർത്താവിൻ്റെ ശരീരം കാണുമ്പോൾ നമ്മൾ എന്താ തോന്നണത്? നമ്മൾ ആരാധനയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ പീഡ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കാഴ്ചവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആരാധന പ്രകരണമാണത്. എന്താണ്? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിങ്ങനെ പറഞ്ഞ് വെളുപ്പിന് ഏതോ സമയത്ത് മയങ്ങിപ്പോയി കാണും. ഞാനൊരു 7 മണിക്കായി ഇന്ന് താമസം എഴുന്നേറ്റ് 6:45. അപ്പോൾ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കട്ടിലിരുന്ന് ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്ത്, ദൈവമേ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നും. അതായത് ഞാനോർത്ത് ഭയങ്കര ഡെഡ് ബോഡി പോലെ ആയി പോകുമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇവിടെ ഭയങ്കര സ്മാർട്ടായിട്ടിരിക്കുകയാണ്, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അത് പക്ഷേ എന്നെ ചിന്തിപ്പിച്ചു. എന്താ ചിന്തിപ്പിച്ചതെന്ന് അറിയാമോ? അതായത് ഞാൻ ലക്ഷ്യം വെച്ചത് എന്താ, എനിക്ക് ഫ്രഷായിട്ടുള്ള മോർണിംഗ് കിട്ടണം, കർത്താവിൻ്റെ ശുശ്രൂഷയുള്ളതാണ്, മിടുക്കനായി ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഉറക്കം വരാതിരിക്കുമ്പോൾ ഞാൻ ടയേർഡായി പോവല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വിഷമിച്ചത് രാത്രി. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ പറ്റി ഞാൻ ഫ്രഷാണ്. ആസിഫ് ഐ ഹാഡ് എ ഗുഡ് സ്ലീപ്പ്. ഞങ്ങൾക്ക് നല്ല ഒരു ഉറക്കമുണ്ടായിരുന്ന പോലെ ഞാൻ ഫ്രഷാണ്, ഊർജ്ജസ്വലനാണ്. അപ്പോൾ ഞാൻ കർത്താവിന് വീണ്ടും നന്ദി പറഞ്ഞു. ഞാൻ ഇതെന്താ ഇപ്പോൾ പറയാൻ കാരണം എന്നറിയാമോ? നമ്മൾ ആഗ്രഹിക്കണതൊന്ന്, ദൈവം ലക്ഷ്യം വെക്കുന്നത് വേറെ ഒന്ന്. എല്ലാം ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹത്തിനെല്ലാം ഒരു ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതേസമയം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ആഗ്രഹത്തിനെല്ലാം ഒരു ലക്ഷ്യമുണ്ടാകും. ചിലപ്പോൾ ആഗ്രഹം നടക്കത്തില്ല, ആഗ്രഹം നടക്കത്തില്ലെങ്കിലും ലക്ഷ്യം നടക്കും. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു? എൻ്റെ ആഗ്രഹം എന്താ? ഉറങ്ങണം. അപ്പോൾ ഉറങ്ങണതിൻ്റെ ലക്ഷ്യം എന്താ? ഊർജ്ജസ്വലനായിട്ട് രാവിലെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ രാവിലെ എനിക്ക് എൻ്റെ ആഗ്രഹം നടന്നില്ല, ഉറങ്ങാൻ പറ്റില്ല.
പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഊർജ്ജസ്വലനായിരുന്നു, ലക്ഷ്യം നടന്നു. ഇത് ഞാൻ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ, ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നമ്മൾ. അതായത് കാറ്റിൻ്റെ കാലത്ത് കർത്താവ് കടലിൻ്റെ മീതെ വരുന്നു. അപ്പോഴ് അപ്പോസ്തലന്മാരുടെ ആഗ്രഹം എന്താ? വള്ളത്തിൽ കയറ്റാൻ വേണ്ടി, കർത്താവിനെ വള്ളത്തിൽ കയറ്റാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. 6:21 യോഹന്നാൻ്റെ സുവിശേഷത്തിലല്ലേ, വള്ളത്തെ കയറ്റാൻ വേണ്ടി, അവരുടെ വള്ളത്തിലേക്ക് കർത്താവിനെ കയറ്റാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. പക്ഷേ കർത്താവ് വള്ളത്തിൽ കയറിയില്ല, ആഗ്രഹം നടന്നില്ല. പക്ഷേ ലക്ഷ്യം നടന്നു. എന്താണ്? പൊടുന്നനെ വള്ളം കരക്കെടുത്തു. അപ്പം നമ്മളൊന്ന് ധ്യാനിക്കണത് എന്താണ്? കർത്താവിനെ വള്ളത്തെ കയറ്റാൻ അവർ ആഗ്രഹിച്ചത് എന്തിനാ? സുരക്ഷിതമായിട്ട് കരക്കെടുക്കാനാണ്. പക്ഷേ ആഗ്രഹം പോലെ നടന്നില്ല, കർത്താവ് വള്ളത്തെ കയറിയില്ല. പക്ഷേ 6:21 എന്താ പറയണത്? അവർ ലക്ഷ്യത്തിലെത്തിയെന്നാണ് പറയണത്. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാം നടന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം പോലെ നടക്കത്തില്ല, കർത്താവിൻ്റെ ആഗ്രഹം പോലെ നടക്കും. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയും, ദൈ കിങ്ഡം കം ദൈ വിൽ ബി ഡൺ. നിൻ്റെ തിരുമനസ്സ് നിറവേറണമേ. പ്രാർത്ഥനയുടെ ഉൾക്കൊള്ളുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ആഗ്രഹമാകുന്ന പ്രാർത്ഥനയുടെ ലക്ഷ്യം നിറവേറുമ്പോഴേ എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിലും അങ്ങയുടെ ആഗ്രഹം നടന്ന് ലക്ഷ്യം നിറവേറി അങ്ങേ സ്തുതിക്കാൻ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവവചനമാണ് ഞങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള ബോധ്യത്തിലൂടെ നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിന്നെ പുകഴ്ത്തി സ്തുതിച്ച് ക്ലേശകാലങ്ങളിലെ നിന്നെ മഹത്വപ്പെടുത്തി മുന്നേറാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിപ്പിൻ. എൻ്റെ പേര് വിഭ, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാനൊരു BSc നഴ്സാണ്. ഞാൻ പഠിച്ചിറങ്ങി 10 വർഷമായി. ഞാൻ വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നു, പക്ഷേ ഇതുവരെ ലഭിച്ചില്ലായിരുന്നു. ഇതിനിടയിൽ 2 പ്രാവശ്യം ഗൾഫിലേക്ക് ഇൻ്റർവ്യൂ എഴുതി, അത് കിട്ടിയില്ല. 5 പ്രാവശ്യം IELTS എക്സാം എഴുതി, കിട്ടിയില്ല. 2 പ്രാവശ്യം OET എക്സാം എഴുതി, അതും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. ഇതിനിടയിൽ എനിക്ക് ഒത്തിരി ഇങ്ങനെ എഴുതി കിട്ടാതെ ആയപ്പോൾ ഒത്തിരി ഡിപ്രഷനിലായിരുന്നു ഞാൻ. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ലായിരുന്നു. എല്ലാവരോടും ദേഷ്യം, എന്നെ കാണുന്നവർക്കൊക്കെ ചോദിക്കാൻ ഈ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരോടും വെറുപ്പൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഈ കൃപാസനത്തെ പറ്റി അമ്മ വഴിയാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. പിന്നെ അന്ന് അതിൽ ഉടമ്പടി എടുത്ത ആദ്യത്തെ പ്രാവശ്യം പുതുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു പ്രാവശ്യം IELTS എക്സാം എഴുതാൻ തീരുമാനിച്ചു. വെറുതെ എഴുതാനാണ് തീരുമാനിച്ചത്. ആ സമയം ഞാൻ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻറ്റും കൂടി ആയിരുന്നു. അപ്പോൾ 8ാം മാസത്തിലായിരുന്നു ഞാൻ IELTS എക്സാം എഴുതിയത്. ഇതിൽ തീരെ പ്രതീക്ഷിക്കാതെ എനിക്ക് നല്ല സ്കോർ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. 2 മൊഡ്യൂളിൽ 8 സ്കോർ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സ്കോറാണ്. എനിക്കത് അത്രയും ഒരിക്കലും കിട്ടില്ല. അത് മാതാവ് വഴി ഈശോ എനിക്ക് തന്നത് തന്നെയാണ്. ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു.
ഇതിലൂടെ എനിക്ക് ഒത്തിരി വിശ്വാസം ഇരട്ടിച്ചു. അതുമാത്രമല്ല, ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഞാൻ എല്ലാവരോടും ക്ഷമിച്ച് നല്ല കുമ്പസാരം നടത്തി പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ ഈ പരീക്ഷ പോയത്. അത് ഒത്തിരി ഞാൻ വിഷമിച്ച് അത് പഠിക്കാനൊന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അമ്മയ്ക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു. വീട്ടിൽ പണിയൊക്കെ എടുത്ത് മൂത്ത കൊച്ചിനെ നോക്കിയിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. ഒട്ടും പഠിച്ചിട്ടില്ല, വെറുതെ പോയി എഴുതിയതാണ്. ഞാൻ വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വെഞ്ചരിച്ച കാശുരൂപം ഒലിവെണ്ണയും നെറ്റിയിൽ പുരട്ടി പേപ്പറിലും പുരട്ടിയാണ് ഞാൻ പോയി എഴുതിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയ സ്കോർ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അടുത്ത മാസം ഞാൻ പോവുകയാണ്. ഫെബ്രുവരി 10 എൻ്റെ ജോയിനിങ് ഡേറ്റ് UK-ലോട്ട്. IELTS കഴിഞ്ഞുള്ള എല്ലാ പരീക്ഷകളും എല്ലാം പേപ്പർ വർക്കൊക്കെ ഒരു തടസ്സമില്ലാതെ എല്ലാം മാതാവ് നടത്തി തന്നു. എല്ലാത്തിനും നന്ദി. നമ്മൾ വീണ്ടും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടെയും പ്രത്യാശയോടെ ഇരിക്കണം. കൃപാസനത്തിൻ്റെ ആരാധനയും നിങ്ങൾക്കറിയാമല്ലോ, അമ്മയുടെ മധ്യസ്ഥം അടിസ്ഥാനപ്പെടുത്തിയുള്ള ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നവരെല്ലാം അമ്മയുടെ പേരിലാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അമ്മയെ മധ്യസ്ഥയാക്കിക്കൊണ്ട്. ഈ നിമിഷം മുഴുവൻ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ വന്ന് കർത്താവേ തീർത്ഥാടന ഉടമ്പടി ചെയ്തവരെ, ഇപ്പോൾ ഓൾറെഡി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും അവരുടെ ജീവിത ആവശ്യങ്ങളിലെ ഈ ആരാധനയെ ആശ്രയിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവേ സമർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ലോകം മുഴുവനും വേണ്ടി കർത്താവേ ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ഈശോ അങ്ങയുടെ വലത്ത് കരം ഈ നിമിഷം സ്പർശിക്കണമേ കർത്താവേ. അക്ഷരാർത്ഥത്തിലെ യേശുക്രിസ്തുവിന്റെ സൗഖ്യം ഈ നിമിഷം അവർക്ക് അനുഭവേദ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മക്കളെ, ത്വക്ക് ശരീരം മുഴുവനും ഇപ്പം മുടിക്കൊഴിച്ചിൽ ഉൾപ്പെടെ മൂർധാവിൽ ഉള്ള മുടി ഇങ്ങനെ ശരീരത്തിൽ തലയുടെ മുടികൊഴിച്ചിൽ ഉൾപ്പെടെ കടുത്ത തലവേദന, കണ്ണിൻ്റെ എരിച്ചിലും പുകച്ചിലും, നാവിൻ്റെ ഉള്ളിലുള്ള പൊട്ടലുകൾ, ശരീരം മുഴുവൻ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, മുഴകൾ, സിസ്റ്റുകൾ, അതുപോലെ കുരു, അതുപോലെ ചൊറി, ചിരങ്ങ്, ഇതുപോലെയുള്ള വിസർപ്പ രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള രോഗികൾ മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ നിങ്ങളുടെ അറിവുള്ളവർക്കൊക്കെ ഈ രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛനോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിസർപ്പ രോഗികളെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഓ ദിവ്യകാരുണ്യമേ ഇപ്പോൾ കഴുകണമേ. കർത്താവേ, ത്വക്ക് രോഗികളെ, ചിരങ്ങ് രോഗികളെ, ചൊറി പിടിച്ചവരെ, ചുണങ്ങ് പിടിച്ചവരെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ശരീരത്തിലെ വടുക്കളുള്ളവരെ, സിസ്റ്റുള്ളവരെ, മാറി മാറി വിഷപ്പൊട്ടുകള് ഉണ്ടാകുന്നവരുടെ മേൽ കർത്താവിന്റെ രക്തം തളിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ, യേശു നാമത്തിലെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ദൈവമേ
രോഗികളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. മക്കളെ, ഓരോ വിഷയങ്ങൾ അച്ഛൻ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിൽ ഒരു സങ്കടം തോന്നണം. ഇപ്പം വിവാഹമോചനമെന്ന് പറയണില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിവാഹമോചനമൊന്നും വീട്ടിലുണ്ടാകത്തില്ല. പക്ഷേ അതുള്ള വീട്ടിനെക്കുറിച്ച് നമ്മുടെ വീട്ടിലാണ് അതങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വഴി എങ്ങനെയാണ്? അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമില്ലെന്ന് വിശ്വാസി മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഈ പൗലോസിനെ പോലെ കപ്പൽ മൊത്തം ഇടിച്ച് തകരാൻ പോയാലും എൻ്റെ മക്കളെ പ്രാർത്ഥനയിൽ തന്നെ നിൽക്കണം. ഒരാളുണ്ടെങ്കിൽ ദൈവം കുടുംബത്തെ സംരക്ഷിക്കുമെന്നല്ലേ നമ്മളെ വചനം കേട്ടത്. അത് സത്യമായ അനുഭവമാണ്. തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങള്, അതിന്റെ മൂലം വിശ്വാസം നഷ്ടപ്പെടുന്ന മക്കള്, ദൈവത്തിൽ നിന്ന് അകന്ന ജീവിത രീതികള്, വിശ്വാസമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, ദൈവമഹത്വമില്ലാത്ത, ദൈവത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങള്, കർത്താവേ നീ സന്ദർശിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥ വഹിക്കണമേ. യേശുവിന്റെ നാമത്തിലെ തകർന്ന കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തിലെ സമുദ്ധരിക്കപ്പെടട്ടെ. എനിക്കായി കരുതുന്നവൻ, സന്തോഷത്തോടെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായും അറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായും അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് എല്ലാ ജീവിത നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.